കന്യാമറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നതു കനിവിൻ നിറകൂടം ഞങ്ങൾക്കായി. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമായി, ഭൂമിതലം മെഴുകുതിരിയുമായി നിന്നിതാ. നന്ദി ചൊല്ലിടാം ദൈവജനനിയേ, കന്യാമറിയമേ എന്നാളും സ്തുതിക്കുന്നേ, നീ തന്നതു കനിവിൻ നിറകൂടം ഞങ്ങൾക്കായി. എൻ്റെ പേര് ജോസഫ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരാണ് വീട്. എനിക്ക് ഭാര്യയും 3 മക്കളും ഉണ്ട്. ഭാര്യ ഷീബ അതിരൂപതയുടെ ഒരു B.Ed കോളേജിൽ ജോലി ചെയ്യുന്നു. 3 മക്കളുണ്ട്. മൂത്ത മകൻ സെൻറ്റ് തോമസിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മകൾ സിസ്റ്റർ ആവാൻ പഠിക്കുന്നു, മൂന്നാമത്തെ മകൾ 7ൽ പഠിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷ മേഖലയിലാണ്. ഗാകുലത്തെ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷയുണ്ട്, മറ്റ് ശുശ്രൂഷകളുണ്ട്. അതിരൂപത ആസ്ഥാനത്തിൽ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പരിശുദ്ധ അമ്മ വഴി ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ ഒട്ടനവധി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിൽ പ്രത്യേകമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുകയാണ്. എനിക്ക് 2018 ഫ്ലഡിന് ശേഷം, വെള്ളപ്പൊക്കത്തിന് ശേഷം ഞങ്ങൾ തറവാട്ട് വീട്ടിലാണ് ഞങ്ങളുടെ വീട് തന്നെയാണ് അതിൽ താമസിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വെള്ളമൊന്നും പൊന്തിയില്ലെങ്കിലും വീടിന് ഒരുപാട് മഴയൊക്കെ കൊണ്ടിട്ട് ഓരോ വർഷം മഴക്കാലത്ത് ഒരുപാട് ബലക്ഷയം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പഴയ വീടാണ്, ചുറ്റും കോൺക്രീറ്റ് ഉള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും നടുക്കിലെ ഒരു പഴയ വീട്, മണ്ണ് ചുമരും കല്ലൊക്കെ ആയിട്ടുള്ള വലിയ വീതി കൂടിയൊരു ചുമരുള്ള വീടായിരുന്നു. അപ്പോൾ വർഷം കഴിയുമ്പോൾ ചുമരുമയൊക്കെ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ബലക്ഷയം വരുന്നല്ലോ എന്നിട്ട് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു വീട് പണിയാനോ ഒന്നും നമുക്ക് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഫ്ലഡിന് ശേഷം, വെള്ളപ്പൊക്കത്തിന് ശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഞാനും എൻ്റെ ജീവിത പങ്കാളി മക്കളും ഒക്കെ ആവുന്ന രീതിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 300 മീറ്റർ അകലെയാണ് പള്ളി. പള്ളിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുരിശുപള്ളിയുണ്ട് യേശുപിതാവിൻ്റെ. അവിടെ തലകുമ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിലായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം ഒരു ചേട്ടൻ്റെ സ്ഥലമാണ്. അതിൽ അവർ വീട് കഴിഞ്ഞ് കുറച്ച് സ്ഥലം ബാക്കി കിടക്കുന്നു. ഇവിടെ ഇങ്ങനെയൊരു സ്ഥലത്ത് എനിക്കൊരു വീട് പണിതിട്ട് ഒന്ന് മാറാൻ ദൈവം എന്നാണ് പരിശുദ്ധ അമ്മ എനിക്ക് അനുഗ്രഹം വാങ്ങിച്ച് തരിക എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാനും അത് പങ്കുവെച്ചതിന് ശേഷം ജീവിത പങ്കാളിയും പള്ളിയിലൊക്കെ ഇതുവഴി പോകുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പോകാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു ചെറിയൊരു അസുഖമായിട്ട് ഞാനൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥയുണ്ടായി. 2017 അങ്ങനെ അഡ്മിറ്റ് ആയപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിനെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞു, എപ്പോഴും ഓരോ കേടുകളാണ്, പ്രശ്നങ്ങളാണെന്നൊക്കെ. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഞാനിതൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ പറഞ്ഞു നോക്കിയിട്ട്, നീ എന്തായാലും ഈ വീട് ഇവിടെ നിന്നൊന്ന് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ. ആൾ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണ്, വേറെ ഒന്നുകൊണ്ടല്ല. അപ്പോൾ എനിക്കും തോന്നിയത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയിൽ ഇത് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ 5-6 ദിവസം ആശുപത്രി കിടന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വന്നു, കേടൊക്കെ മാറി. അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹം വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട്, എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ ജ്യേഷ്ഠൻ വിദേശത്താണ്, ആൾ നാളെ വരും. ഞാൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു അവൻ്റെ അടുത്ത് ഒരു സ്ഥലം മേടിച്ചിട്ട് വേറൊരു 10 സെൻറ്റെങ്കിലുമൊക്കെ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വയ്ക്കാൻ പറ്റുന്ന, അവനിഷ്ടമുള്ളൊരു സ്ഥലം നോക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സുഹൃത്ത് വഴി എൻ്റെ അടുത്ത് അറിയിച്ചു.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് പരിശുദ്ധാമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കുറച്ച് കാലമായി ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങുന്നു. അപ്പോൾ ജപമാല ഞങ്ങൾക്കറിയില്ല എന്താ സംഭവമെന്ന്. ഇതൊരു കഥ പോലെ ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു വന്ന് അനിയൻ വന്നപ്പോൾ ഞാനൊരു തമാശ പോലെ കൂട്ടിയുള്ളൂ. കാരണം ഇത് ഞങ്ങൾക്ക് ഒരു 10 സെൻറ്റൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 3 ലക്ഷത്തിൻ്റെ ചോടെ വില വരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലമാണെങ്കിൽ. അപ്പോൾ ഒരു 2.25 ലക്ഷം 3 ലക്ഷമൊക്കെ വില വരും. അപ്പോൾ 10 സെൻറ്റ് കിട്ടണമെങ്കിൽ 30 ലക്ഷത്തിൻ്റെ ചോടെ വില വേണം. പിന്നെ വീട് പണിയണം. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഈ കുറച്ച് സ്ഥലമുണ്ട്, പഴയൊരു വീടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒന്ന് നോക്കണ്ട, സ്ഥലം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് ഞാൻ അഡ്വാൻസ് തരാം എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് തന്നെ വിദേശത്ത് വന്ന സമയത്തായിരുന്നു കുറച്ച് കാശ് ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു. അത് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ എൻ്റെ സുഹൃത്ത് വന്നൊരു സ്ഥലം കണ്ടു, അവർക്കൊക്കെ ഇഷ്ടമായി, അങ്ങനെ ഇത് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലം അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമയുടെ സഹോദരൻ എന്നെ വിളിച്ച് പറയാണ്, അതിൻ്റെ തലേദിവസം വിളിച്ച് പറയാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഒരു സ്ഥലമുണ്ട്, അത് ഞങ്ങൾക്ക് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ അതുകൊണ്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും, എനിക്കൊരു ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴി സ്ഥലം ഒന്ന് വിറ്റ് തരാൻ സഹായിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. ശരി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് ഇങ്ങനെ പറയുന്നത്, നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ മേടിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പരിശുദ്ധമ്മ പ്രവർത്തിക്കുന്നതാണോ, ജപമാലയുടെ ശക്തിയാണോ എന്നൊക്കെ ഒരു സംശയം അപ്പോഴാണ് ഞങ്ങൾക്ക് വരാൻ തുടങ്ങിയത്. ഞങ്ങളപ്പോൾ തന്നെ വന്ന് ഈ സഹോദരനോട് പറഞ്ഞു, നമുക്കത് അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിന് എന്ത് വില വരും, അപ്പോൾ ഞങ്ങൾക്കാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കഥ അറിയുന്നത്. ഈ സ്ഥലം വേറൊരാൾ വന്ന് നോക്കിയിട്ട് ഏകദേശം ഉറപ്പിച്ച് ടോക്കൺ കൊടുത്ത് കരാർ എഴുതാൻ്റെ ഒരു അവസ്ഥയിലായതാണ്. അങ്ങനെ എന്തോ അവർ സംസാരിച്ചിട്ട് എന്തോ താല്പര്യക്കുറവ് വന്ന് അത് മേടിക്കാതെ അവർ തിരിച്ചു പോയതാണ്. ആ തിരിച്ചു പോയതിന് ശേഷമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്, വേറെ ആരെങ്കിലുമൊക്കെ നോക്കണം, എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ കുറച്ച് കാശ് പെട്ടെന്ന് വേണം, അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, വിവാഹപ്രായമൊക്കെ ആയി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണ് അവരത് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അങ്ങനെ എൻ്റെ സുഹൃത്ത് വന്ന് 5 ലക്ഷം രൂപ തരികയും ഇവരോട് സംസാരിക്കുകയും അതിന് തിരക്കില്ലാത്തൊരു വില പറഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്കും തൃപ്തിയായി. അങ്ങനെ വില ഉറപ്പിച്ചൊരു വെള്ളക്കടലാസിലാണ് കരാർ എഴുതിയത്. ഞാൻ തന്നെ പേനോണ്ട് എഴുതി. ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ അത്ര അടുപ്പമുള്ള ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. അവരിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഏറ്റവും നല്ല കുരിശുപള്ളിയുടെ, ഞങ്ങളുടെ യേശുപിതാവിൻ്റെ കുരിശുപള്ളിയുടെ മുന്നിലുള്ള സ്ഥലം. അത് മാത്രമല്ല 100 മീറ്ററും കൂടി മാറിയാൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയും വിശുദ്ധ യേശുപിതാവിൻ്റെ പേരിൽ തന്നെയാണ്. എൻ്റെ പേരും ജോസഫാണ്. അപ്പോൾ യേശുപിതാവിൻ്റെ നാമധേയത്തിൻ്റെ നടുക്ക് ഇത്രയും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം 10 പൈസ കയ്യിലില്ലാതിരിക്കെ പരിശുദ്ധമ്മ ഇങ്ങനെ അത്ഭുതം കാണിക്കുമെന്ന് ഞങ്ങൾ അത്ര കണക്കാക്കിയില്ല. അപ്പോൾ പരിശുദ്ധ ജപമാലയുടെ ശക്തി, അത്ര വലിയ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായി. ഞങ്ങളെ കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ അത് വലിയ അത്ഭുതമായി. ഇത്രയും കാശുള്ള പലരും ഈ സ്ഥലം നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഒരു പൈസ ഇല്ലാത്ത എനിക്ക് ഈ സ്ഥലം കിട്ടി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ കൊടുത്ത് വെള്ളക്കടലാസിൽ കരാർ എഴുതിയിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് പണി തുടങ്ങിക്കോ, തീർപ്പിനൊക്കെ നടത്തിയാൽ മതി. അങ്ങനെ ഒരുപാട് സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ തറ പിടിച്ചിട്ടിട്ട് പിന്നെ ഫണ്ട് ഇല്ലാതെ തറ പിടിക്കാനുള്ളൊരു കാശ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ ഞങ്ങൾ നോക്കി. പിന്നെ വൈഫിൻ്റെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു, അത് വിറ്റ് ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ട് കിട്ടാതെ എല്ലാ ബാങ്കുകാരും ഞങ്ങളെ തള്ളി. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് വീണ്ടും പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്കൊരു വീട് പണി പൂർത്തിയാക്കണം, തറ പണിതിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ചുമര് പണിതിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വാർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കിടന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക്, ഒരു ജില്ലാ ബാങ്ക് പോലെയുള്ള ബാങ്കുകളൊക്കെ ഞങ്ങളെ തള്ളിയിട്ട് നാഷണലൈസ്ഡ് ബാങ്കിലൊരു മാനേജറെ കണ്ട് സംസാരിച്ചപ്പോൾ പരിശുദ്ധമ്മ അവിടെ ഇടപെടുകയായിരുന്നു. ഒരൊറ്റ ആഴ്ച കൊണ്ട് ഡോക്യുമെൻ്റൊക്കെ കൊടുത്തിട്ട്, പൂർണ്ണമായ ഡോക്യുമെൻ്റ് ഞങ്ങൾ ഇപ്പോഴും കൊടുത്തിട്ടില്ല. പക്ഷേ ആ ബാങ്കിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാഷണലൈസ്ഡ് ബാങ്ക് ഈ ലീഗലിനൊക്കെ വിട്ടപ്പോൾ ഇന്ന് ലീഗലിന് വിട്ട് നാളെ തന്നെ റിപ്പോർട്ടാണ്, അത് അനുകൂലമാണ്, നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ ചുമര് വരെ പണിത് നിൽക്കുകയാണ്. അപ്പോൾ അവരൊന്ന് കണ്ട് അവർക്ക് ഇഷ്ടമായി. അങ്ങനെ പെട്ടെന്ന് കുറച്ച് കാശ് ഞങ്ങൾക്ക് പെട്ടെന്ന് അനുവദിച്ച് കിട്ടി. വീട് പണി മനോഹരമായിട്ട് ചെയ്ത് തീർത്തു. ഞങ്ങളുടെ സഹോദരിമാരുടെ ഭവനത്തിൽ നിന്നും ഉറ്റവരൊക്കെ കുറച്ച് കാശൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ ഈ ലോൺ എടുത്ത് ഞങ്ങൾ ഗോൾഡൊക്കെ വിറ്റ് മനോഹരമായിട്ട് ഈ സ്ഥലം മേടിക്കാനുള്ള പണം എൻ്റെ സുഹൃത്ത് പൂർണ്ണമായിട്ടും അത് തന്ന് അങ്ങനെ ഞങ്ങൾ തീറ് വാങ്ങി. വീടൊക്കെ പണി കഴിയാറായപ്പോഴാണ് തീറ് വാങ്ങുന്നത്. അങ്ങനെ തീറ് വാങ്ങി എല്ലാം സ്വപ്നത്തിൽ കാണുന്നത് പോലെ പരിശുദ്ധ അമ്മ മനോഹരമായിട്ട് ജപമാലയുടെ ശക്തി, ഞങ്ങൾ ഇത്രയും വലിയൊരു ശക്തി ജപമാലയ്ക്കുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയുടെ കരുത്ത്, ഇത്ര വലിയ കരുത്ത്, ഞങ്ങൾ 4 ജപമാല ചൊല്ലാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും അത് ചെല്ലുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ അത്ഭുതകരമാവണ്ണം ഞങ്ങൾക്ക് ഈ ഭവനം വാങ്ങിച്ചു തന്നു. ഇത് പണിയുന്ന സമയം കൊറോണയുടെ സമയമാണ്. ഈ കൊറോണയുടെ സമയത്ത് കയ്യിൽ കാശുണ്ടായിട്ട് പലർക്കും പണിയാൻ പറ്റാത്ത ഭവനം, കാശ് പിടിച്ചിട്ട് പണിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊറോണയുടെ പീക്ക് ഡേറ്റിലാണ്, ആ സമയങ്ങളിലാണ്
പരിശുദ്ധമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് ഈ ഭവനം പണിത് തരികയാണ്. എങ്ങനെയാണ് എനിക്കത് പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ മറ്റുള്ളവർക്കൊക്കെ അസൂയ തോന്നുന്ന രീതിയിലാണ് നയാ പൈസ കയ്യിലില്ലാത്ത ഞാൻ എവിടുന്നോ കാശൊക്കെ വന്ന് ചില്ലറ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ടെങ്കിലും എല്ലാം പെട്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് കാലം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. പഴയ വീട് പൊളിച്ചു. പക്ഷേ ആ വീടൊക്കെ ഭാഗത്തുനിന്ന് കുറച്ച് വിറ്റിട്ടൊക്കെ പണിയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ മനോഹരമായൊരു ഭവനം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ഭവനം ഞങ്ങൾക്ക് പരിശുദ്ധമ്മ ജപമാലയുടെ ശക്തിയിൽ പണിത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മകൻ്റെ പേര് ജോൺ, രണ്ടാമത്തെ തെരേസ്, താഴെ ജിയന്ന. മോൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആളിപ്പോൾ +2 കഴിഞ്ഞു. താഴെയുള്ള ആൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകളുടെ തെരേസിൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയാനാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ ദൈവവിളി ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രമിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. അവളെ ചെറുപ്പത്തിലെ സ്കൂളിൽ കോൺവെൻറ്റിലാണ് പഠിച്ചത്. സിസ്റ്റേഴ്സൊക്കെ പറയാറുണ്ട്, കാണുന്നവരെല്ലാം ബന്ധുക്കളായാലും പറയാറുണ്ട്, ഇവൾ വലുതായ സിസ്റ്റർ ആവുമെന്ന് തോന്നുന്നു, ഇവളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, ദൈവവിളിയുള്ള കുട്ടിയായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മകൾ അവളുടെ അറിവില്ലായ്മയുടെ കാലത്ത് വന്ന് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ദൈവവിളി? ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിക്കുന്നതാണോ, നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നതാണോ എന്നൊക്കെ. അപ്പോൾ അതങ്ങനെ ഒരു ചെറുപ്രായത്തിൽ അങ്ങനെ വിട്ടുകളഞ്ഞു. പക്ഷേ കാലങ്ങൾ പോയപ്പോൾ വീണ്ടും പലരും പറയാൻ തുടങ്ങി. സ്കൂളിൽ സിസ്റ്റേഴ്സ് ചോദിച്ചു, മോൾക്ക് എന്താകാനാണ് ആഗ്രഹം? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സിസ്റ്റർ ആവാനാണ് ആഗ്രഹം എന്ന് എഴുതി കൊടുത്തു, അറിയാതെയാണെങ്കിലും. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇതെന്താണ് ദൈവവിളി എന്ന് പറയുന്നത്? ദൈവം നമ്മളെ വിളിക്കുമോ? വിളിക്കും മോളെ, വിളിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് അതിനെന്താണ് ദൈവം എങ്ങനെയാണ് തോന്നിക്കുന്നതെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾ ദൈവികമാണെന്ന് നമുക്ക് തോന്നിക്കാൻ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നിരന്തരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നേ 6 മണിക്ക് ദേവാലയത്തിൽ ജപമാല പ്രാർത്ഥന തുടങ്ങാറുണ്ട്. ഞാനൊരു നിയോഗം വെച്ച് അതിൽ പങ്കെടുക്കാൻ തുടങ്ങി. 6 മണിക്ക് ജപമാലയിൽ ഈശോയോടും പരിശുദ്ധമ്മയോട് പ്രത്യേകമായിട്ട് വളരെ ഭക്തിപൂർവ്വം മനസ്സിലുള്ള ആ ഒരു ഒരുക്കത്തോടു കൂടി മോളിൽ ദൈവവിളി എന്ന് പറയുന്നത് എന്താണെന്ന് വെളിവാക്കി കൊടുക്കാൻ പരിശുദ്ധമ്മയ്ക്കാവില്ലേ? പരിശുദ്ധമ്മ സഹായിച്ചാൽ അവൾക്ക് എന്താണ് ജീവിതാന്തസ്, ആ ഒരു ദൈവവിളി എന്താണെന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കും. ആ ഒരു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യത്തിലും അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനയിലും ഈ ഒരു പ്രാർത്ഥനയായിരുന്നു എൻ്റെ ഉള്ളിൽ ഉയർന്നു വന്നിരുന്നത്, ദൈവവിളി മോൾക്ക് ബോധ്യമാക്കി കൊടുക്കാൻ. അതിനുള്ള സാഹചര്യങ്ങളും അന്ന് ഒത്തുവന്നു. അവൾക്ക് ക്യാമ്പിന് പോകാനും അതിൽ പങ്കെടുക്കാനും തിരിച്ചു വന്നപ്പോൾ, ക്യാമ്പിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ വളരെ ബോധ്യത്തോടു കൂടി ഞാൻ സിസ്റ്റർ ആവാൻ പോവുകയാണ്. ഈശോയ്ക്ക് എന്നിൽ വലിയൊരു പദ്ധതിയുണ്ട്. അതിനെന്നെ സഹായിക്കാൻ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുന്നേറുകയാണെങ്കിൽ എനിക്കെന്തായാലും എൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്ന് അവൾ വളരെ ബോധ്യത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു. പെട്ടെന്ന് പറയുമ്പോൾ ഏതൊരു അമ്മയ്ക്കാണെങ്കിലും അപ്പനാണെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും. ദൈവവിളിയെക്കുറിച്ച് നമ്മൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും പെട്ടെന്ന് മോളൊന്ന് വിട്ടു നിൽക്കുമ്പോഴുണ്ടാവുന്ന സങ്കടം സ്വാഭാവികമായിട്ട് ഞങ്ങളിലും ഉണ്ടായി. പക്ഷേ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി പറയുന്ന രീതിയിലല്ല ഞങ്ങളോട് അന്ന് പറഞ്ഞത്. എന്തായാലും സാധിക്കും. അമ്മയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ നമ്മളിൽ ഇടപെട്ടതുകൊണ്ട് ഈ ഒരു ബോധ്യം എനിക്കുണ്ടായെങ്കിൽ ആ അമ്മയ്ക്ക് തന്നെ നമ്മളെ ആശ്വസിപ്പിക്കാനും അതൊരു ദൈവിക ഇടപെടലാണെന്ന് ബോധ്യപ്പെടുത്താനും സാധിക്കുമെന്നുള്ള വലിയ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടിയായിരുന്നു അവളോട് ഞങ്ങൾ പെരുമാറിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി നല്ല രീതിയിൽ തുടക്കം. കൊറോണ കാലമാണെങ്കിലും അവളുടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പഠനങ്ങളാണെങ്കിലും വളരെ ദൈവികമായൊരു ഇടപെടലാണെന്ന് പറയേണ്ടി വരും. അതിനെ ഞങ്ങൾ വീട്ടിൽ നിയോഗം വെച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി. വീട്ടിലെല്ലാവരും ഒരേ സമയം കുടുംബ പ്രാർത്ഥനയിലല്ലാത്ത സമയത്തും ഒരു 3 മണിക്ക് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സമയമൊക്കെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ വലിയൊരു ബോധ്യം, ഒരു ആശ്വാസം, അല്ലെങ്കിൽ മോൾ മാറി നിൽക്കുകയാണല്ലോ, അവൾ കൂടെ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തേക്കാൾ ഉപരി ഈ ഒരു ദാനമായി തന്ന മക്കളെ ദൈവം ചോദിക്കുമ്പോൾ നല്ലൊരു ദൈവവിളിക്ക് കൊടുക്കാൻ പരിശുദ്ധ അമ്മ കൂട്ടുനിന്നിട്ടാണല്ലോ ഞങ്ങളെ സഹായിച്ചതെന്നുള്ളതിൽ വളരെയധികം സന്തോഷം മാനസികമായി തോന്നിയൊരു സമയമായിരുന്നത്.
ഓരോ വെക്കേഷനും അവൾ വീട്ടിലേക്ക് വരുമ്പോഴും ഒരു പുതിയ പ്രചോദനത്തോടു കൂടിയാണ് മകൾ കടന്നു വന്നിരുന്നത്. അവിടെയുള്ള ഓരോ അനുഭവങ്ങൾ, പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ, ധ്യാനം കൂടിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ, പരിശുദ്ധ അമ്മയുടെ പാട്ടുകൾ പഠിച്ചപ്പോഴുണ്ടായത് എല്ലാം ഒരു അനുഭവമായിട്ട് പറയുമ്പോൾ അവളൊരു സന്തോഷം ഞങ്ങളും അത് അനുഭവിക്കുകയായിരുന്നു. ആ ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു അത്. രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരുങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെനിക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവളാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് റെസ്റ്റ് എടുക്കാനും എനിക്കുള്ള ഭക്ഷണം തരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കൂളിലത്തെ വർക്കുകളൊക്കെ നന്നായി ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് അറിയാമല്ലോ, അത്യാവശ്യം പഠിക്കാനും ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ വീട്ടിൽ വന്ന് പറയാൻ തുടങ്ങി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ ഇനി എന്തിനാണ് സ്കൂളിൽ പോകണേ, ഞാൻ എങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതും, എല്ലാവരും ടീച്ചേഴ്സൊക്കെ പറയുന്നു പഠിക്കണം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ, എനിക്ക് പറ്റണില്ല എന്നൊക്കെ ഭയങ്കര സങ്കടം. എന്ന് രാവിലെ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. ജപമാല ചൊല്ലാനും അവൾ വളരെ താല്പര്യത്തോടെ കൂടിയിരുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞപ്പോൾ ഇതിനെന്താണൊരു പ്രതിവിധി, അവളൊന്ന് ആശ്വസിപ്പിക്കാൻ. അപ്പോൾ മോളിങ്ങനെയൊന്നും പറയാൻ പാടില്ല, പ്രാർത്ഥനയ്ക്ക് നമ്മൾ എഴുതി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു വഴി ഈശോ പരിശുദ്ധ അമ്മ ജപമാലയിൽ കൂടി കാണിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പ്രാർത്ഥിച്ചൊരുങ്ങി. അതുപോലെ തന്നെ ഞങ്ങളും ജപമാലയിൽ കൂടെയും അവളുടെ വിശുദ്ധ കുർബാനയിൽ കൂടെയും ശക്തി പ്രാപിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിൻ്റെ ഒരു പകുതി സമയം, ഒരു ജനുവരി സമയത്തൊക്കെ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഒരുങ്ങാൻ കിട്ടിയിരുന്നു. എനിക്ക് കുറച്ചും കൂടി അവളെ സഹായിക്കാൻ പറ്റി. നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും അവളുടെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്, ഒരു പേടിയായിരുന്നു. ഇതെങ്ങനെ ചെയ്യും, എനിക്ക് കിട്ടണില്ല, എത്ര പഠിച്ചാലും ആ പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് മുഴുവനിപ്പിക്കുമ്പോൾ തെറ്റില്ലേ എന്നുള്ള ഒരു പേടിയായിട്ടായിരുന്നു. പക്ഷേ ഞാൻ വചനം പറഞ്ഞു കൊടുക്കാൻ, നോഹയെ കണക്ക് പഠിപ്പിച്ചതുപോലെ എന്നെ കണക്ക് പഠിപ്പിക്കണേ ഈശോ എന്ന് പറഞ്ഞു പഠിക്കാൻ അവൾ അത് ചൊല്ലി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ജപമാലയിൽ ശക്തിപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്നു. അത്ഭുതം, പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ. ഫുൾ A+. എല്ലാവർക്കും, അടുത്തുള്ളവർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ഭയങ്കര ഒരു അതിശയമായിരുന്നു. അവൾ ചെയ്തതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മ അവളെ സഹായിച്ചതിനെ ഓർത്തിട്ട് വളരെയധികം ഒരു സന്തോഷമുള്ളൊരു അവസരമായിരുന്നു അത്. ഞാൻ പത്രത്തിലെ റിപ്പോർട്ടറായിട്ടുള്ളൊരു ചെറിയ ജോലിക്കായിട്ട് പോകുന്ന സമയത്താണ് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ചെറിയ കെണിയിലും തകർച്ചയിലൊക്കെ ആയി. ആ സമയത്താണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് 2003 ഡിവൈനിൽ ധ്യാനത്തിന് പോകുന്നത്. ആ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പും കത്തോലിക്ക വിശ്വാസങ്ങളോടൊക്കെ ഉണ്ടെങ്കിലും തീക്ഷ്ണമായൊരു വിശ്വാസം ആ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടി. മാത്രമല്ല പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ജപമാലയോടുള്ള ഭക്തിയും സത്യത്തിൽ 2003 എനിക്കത് ദൃഢമായത് ജീവിതത്തിൽ. അത് എൻ്റെ ജീവിത പങ്കാളി വളരെ കുഞ്ഞുനാളുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, മറിയത്തോടും മാതാവിനോട് വലിയ അടുപ്പമുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു, എനിക്ക് അത്ര വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. ഈ ധ്യാനത്തിന് ശേഷം വലിയ തീക്ഷ്ണമായ ഒരു അടുപ്പത്തിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ധ്യാനം കൂടി പിന്നെ ഏതെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ ജോലിയും ശുശ്രൂഷയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. 2006 ശേഷം കൂടുതൽ സമയം ശുശ്രൂഷയിലായി. ഞങ്ങളടുത്ത് തന്നെ തൃശ്ശൂർ കാൽവരിയിലൊരു ധ്യാനകേന്ദ്രമുണ്ട്, കപ്പൂച്ചിൻ അച്ഛന്മാരുടെ. ആ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോയി. ആ ധ്യാനകേന്ദ്രം 2007 ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് കൈപ്പുറമ്പനടുത്ത് കുറുമാലുള്ള ഒരു സ്ഥലത്ത് ഗാഗുൽത്ത ധ്യാനകേന്ദ്രമായിട്ട് അത് മാറി സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അതിൽ ശുശ്രൂഷയ്ക്ക് പോയി തുടങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ 2007 ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീയ പിതാവായ ജോസ് മുണ്ടടൻ അച്ഛൻ വളരെ നല്ല രീതിയിൽ അൽമായരെ വളർത്തുന്ന ഒരച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ ചില ഇതൊക്കെ അറിഞ്ഞ് എന്നെ കൗൺസിലിംഗ് ശുശ്രൂഷകളിലേക്ക് തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അവിടെ ഈ വചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ അച്ഛൻ്റെ നേതൃത്വത്തിലുണ്ട്. അത് മാസത്തിലെ ഒരു തവണയുണ്ടാവും, ഒരു ബുധനാഴ്ച. അങ്ങനെ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത് ആ വചനം പഠിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു ഹാഫ് ഡേ ആണ്. അതിൽ പങ്കെടുത്ത ഒരു ദിവസം അങ്ങനെ അതിൽ പങ്കെടുത്ത ഒരു ബൈബിൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു അവലോകനം നടത്താൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ അവലോകനം പറഞ്ഞു. പഞ്ചഗ്രന്ഥിയെക്കുറിച്ചായിരുന്നു അവലോകനം നടത്തേണ്ടത്. എനിക്ക് പ്രത്യേകിച്ച് അത് മുമ്പ് ഈ ധ്യാനം കൂടിയതിന് ശേഷം ബൈബിൾ കൂടുതൽ പഠിക്കുക, ബൈബിളിലെ കഥകൾ മനസ്സിലാക്കുക, ചരിത്രങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ വ്യക്തികളുടെ ഡീറ്റെയിൽസ് അറിയുക, ഭൂപ്രദേശം അറിയുക, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം
എനിക്ക് 2003 ശേഷം അല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വയമായിട്ട് ഒരുപാട് പഠിക്കാൻ, ബൈബിൾ പഠിക്കാനും വെറുതെ വായിച്ചു പോവല്ല, അതിൻ്റെ ഉള്ളറകൾ അറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ അതൊക്കെ കിട്ടാവുന്നതൊക്കെ ശേഖരിക്കുക, എവിടെയെങ്കിലൊക്കെ വചനപ്രഘോഷണം കേട്ടാൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒക്കെ ഞാൻ ഈ പത്രത്തിലായിരുന്നല്ലോ, ഒക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാനുള്ളൊരു ഇത് പരിചയമുള്ളതുകൊണ്ട് അതൊക്കെ ചെയ്യുക. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഈ അവലോകനം നടത്തിയപ്പോൾ അച്ഛനത് വലിയ ഇഷ്ടമാവുകയും അച്ഛനത് തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് പിറ്റത്തെ മാസം അവിടെ ബൈബിൾ പഠിപ്പിക്കാൻ ഒരാളെ വിളിക്കേണ്ടതാണ്. പക്ഷെ അതിന് പകരം അച്ഛൻ എന്നെ വിളിപ്പിച്ചു. ഞാൻ വളരെ വിറയലോടെയാണ് ആ ദൗത്യം ഏറ്റെടുത്തത്. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പിന്നെ ഞാൻ ബൈബിൾ പഠിപ്പിച്ചു. 2008 അത് ആ ബൈബിൾ പഠിപ്പിച്ച്, ഓർമ്മ ശരിയാണ്, 2008 അങ്ങനെ ബൈബിൾ പഠിപ്പിക്കാൻ ദൈവം പരിശുദ്ധ അമ്മ പ്രത്യേകമായി അന്നും ജപമാല നന്നായി ചൊല്ലുന്നൊരു സമയമാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ശക്തിയിൽ അങ്ങനെ അത് മനോഹരമായിട്ട് അത് അന്ന് ആ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞപ്പോൾ അച്ഛൻ തുടർന്നൊരു 5-6 തവണ എന്നെ അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുവാൻ, വളർന്ന ആളുകളുടെ മുന്നിൽ ബൈബിൾ പഠിപ്പിക്കാൻ കൃപ തന്നു. അതൊക്കെ ജപമാലയുടെ പ്രത്യേക കരുത്തും ശക്തിയാണെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ്. അന്നതത്ര മനസ്സിലാക്കിയില്ലെങ്കിലും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 2008 ശേഷം പിന്നീട് എനിക്ക് അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ബൈബിൾ പഠിപ്പിക്കാൻ ഒരു അവസരം എനിക്ക് ഒത്തു വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താണ് എനിക്ക് ബൈബിൾ ഇത്രയൊക്കെ എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുകയാണ്. അറിയാം, എനിക്ക് നന്നായി എടുക്കാനും പറ്റുന്നുണ്ട്, എന്നിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ആരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ അവസരത്തിന് വേണ്ടി ചോദിക്കാറില്ല. അത് പൊതുവേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മേ ഞാനിപ്പോൾ 2008 ഞാൻ അമ്മയ്ക്ക് അറിയാമല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കാൻ അറിയുമെന്നുള്ളത്, അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അവസരം കിട്ടാത്തത്? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മ കാത്തിരിക്കാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ കൃത്യം 10 വർഷം ഞാൻ ആരോടും പറയാതെ എൻ്റെ സ്വകാര്യ ഈ ഒരു ആഗ്രഹം ജപമാല വഴി അമ്മയോട് മാത്രം പറഞ്ഞ് അങ്ങനെ 10 കൊല്ലം കടന്നുപോയി. കൃത്യം 2018 ഫ്ലഡ് വെള്ളപ്പൊക്കത്തിനൊക്കെ കുറച്ച് മുമ്പായിട്ട് ലോഗോസ് കിസിൻ്റെ എൻ്റെ ഇടവകയിൽ ഇൻചാർജായിരുന്നു. ഞാൻ മതബോധനം പഠിപ്പിച്ചിരുന്നു, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 34 വർഷമായിപ്പോൾ. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അവിടുന്ന് എന്നെ വിളിക്കുകയും ഈ ലോഗോസ് കിസുമായി ബന്ധപ്പെട്ട ബൈബിൾ പ്രേക്ഷിതത്വത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ലിജോ ചിരിയങ്കട്ടത്തച്ഛൻ എന്നെ പ്രത്യേകിച്ചൊന്നും അറിയില്ലെങ്കിലും എന്നെ വിളിക്കുകയും എന്നെ പരിചയപ്പെടുകയും പിന്നീട് ഒരു ദിവസത്തിൽ എനിക്ക് ഞെട്ടലുണ്ടാകുന്ന രീതിയിൽ അതിരൂപത അടിസ്ഥാനത്തിൽ ബൈബിൾ അപ്പോസ്തോലേറ്റിൻ്റെ നേതൃത്വത്തിൽ ബൈബിൾ പഠന കോഴ്സ് തുടങ്ങുന്നുണ്ട്. അച്ഛന്മാരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നത്. പക്ഷേ ബ്രദർ വന്ന് ക്ലാസ് എടുക്കാൻ സഹായിക്കണം. ഞാൻ ഓഫർ ചെയ്തു, അങ്ങനെ സഹായിച്ചു. അങ്ങനെ ക്ലാസ് എടുത്തു. അച്ഛന്മാർക്ക് ഈ ഞായറാഴ്ചകളിൽ വന്നെടുക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടായിരിക്കണം കൂടുതൽ ക്ലാസ്സുകൾ എന്നെക്കൊണ്ട് അച്ഛൻ എടുപ്പിച്ചു. പിന്നീട് അത് കൊറോണ വന്നപ്പോൾ നിർത്തി. വീണ്ടും 2022 മാർച്ച് 13 തുടങ്ങി. ഇപ്പോൾ 2020 ഈ 26 ഒരു വർഷം പൂർത്തിയായി. അതിന് സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അച്ഛന്മാർക്ക് നേരമില്ലാത്തതുകൊണ്ടായിരിക്കണം മിക്ക ക്ലാസ്സുകളും എന്നെക്കൊണ്ടാണ് അച്ഛന്മാർ എടുപ്പിച്ചത്. അപ്പോൾ കേൾക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ എനിക്ക് അറിയില്ല, അത് പറയാൻ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഒരുപാട് എന്നെ ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരുപാട് പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ വളർത്തി. ഞാൻ എവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും, ഞാൻ ശുശ്രൂഷകളിൽ പല സ്ഥലങ്ങളിലൊക്കെ ധ്യാനത്തിന് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നതാണ്. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത്. രണ്ടാമത് എവിടെ ക്ലാസ് എടുക്കുമ്പോഴും സമയക്കുറവുണ്ടെങ്കിൽ 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി മറിയത്തിന് കാഴ്ചവെച്ച് മറിയത്തോട് പ്രത്യേകം ലുത്തിനിയയിൽ പറ്റാവുന്ന 2-3 ചൊല്ലിയിട്ടല്ലാതെ ഒരു ക്ലാസ് ഞാൻ എടുക്കാറില്ല. അപൂർവം 1-2 സ്ഥലത്ത് അങ്ങനെ മറന്നിട്ട് എനിക്ക് ആ പരിശുദ്ധമായ പ്രത്യേക ഗിഫ്റ്റ് കിട്ടാതെ പോയ അനുഭവം പോലും എനിക്കുണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മറക്കാതെ എവിടെ ക്ലാസ് എടുത്താലും മറിയത്തോട് ചേർന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ച് ചുരുങ്ങിയതിന് 3 നന്മ നിറഞ്ഞ മറിയമേൽ ചൊല്ലിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. എനിക്ക് കുറേയധികം പഠിക്കാൻ സാധിച്ചെങ്കിലും അതിനനുസരിച്ച് ശരിയായിട്ടൊരു ജോലി ശരിയായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാൾ ചെയ്യും, പിന്നെ ലീവായിരിക്കും. അങ്ങനെയൊക്കെ വന്ന് വളരെയധികം സങ്കടത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ജോലിയുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല എന്ന് പറയേണ്ട ആ ഒരു അവസ്ഥ മാറി കിട്ടാനായിട്ട് ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജപമാലയോട് ചേർന്ന്. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചത്. അപ്പോൾ അതൊരു നിയോഗമായിട്ട് എനിക്ക് തോന്നി. പരിശുദ്ധ അമ്മയായിരിക്കുമോ എനിക്കൊരു ഇത് ശരിയാക്കി തന്നിട്ടുണ്ടാവുക. പിന്നെ എൻ്റെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഒന്ന് ചാപ്പലിൽ കയറി, അല്ലെങ്കിൽ അവിടെ ആ സ്ഥാപനത്തിലൊരു പള്ളി ഉണ്ടെങ്കിൽ കയറി പ്രാർത്ഥിച്ച് പോകണം എന്നുള്ളത്. അതും എനിക്ക് ഒരുക്കി തന്നു. ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥാപനം നമ്മുടെ ക്രിസ്തീയ സ്ഥാപനമാണ്. അവിടെ ഒരു ചാപ്പലുണ്ട്, എനിക്ക് കയറാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടെല്ലാം സമർപ്പിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോകാറുള്ളത്. വളരെയധികം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലം പരിശുദ്ധ അമ്മയിൽ കൂടെ എനിക്ക് കിട്ടിയെന്ന് വളരെ ധൈര്യപൂർവ്വം തന്നെ എനിക്ക് പറയാൻ സാധിക്കും.
ഏതൊരു സങ്കടപ്പെട്ട സാഹചര്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധി വരുമ്പോൾ ജപമാല നമ്മളെ നയിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളൊരു ശക്തി എപ്പോഴും തോന്നിച്ചിട്ടുണ്ട്. ജീവിത പങ്കാളിയുടെ പ്രഘോഷണത്തിനാണെങ്കിലും മക്കളുടെ പഠനത്തിനാണെങ്കിലും സാമ്പത്തികമായിട്ട് വളരെയധികം പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കാനായിട്ട് ജപമാല അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. പരിശുദ്ധ ജപമാലയിൽ കൂടെ മുന്നേറുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരു വലിയൊരു വഴി ഞങ്ങളുടെ മുന്നിൽ തുറക്കുന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലാണ് നമ്മളായിരിക്കുന്നത്.